ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ആവർത്തിച്ച് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് 10th പ്രിലിംസ് പരീക്ഷകൾക്കൊക്കെ PSC ഇഷ്ടപ്പെട്ട് ചോദിക്കുന്ന ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതുപോലെ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ വിവരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അധികം ഒന്നും പറയാം, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ വാട്സ്ആപ്പ് ബാച്ചിന്റെ കാര്യം, അതുപോലെ തന്നെ LGS ഹോട്ട് ടോപ്പിക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് നമ്മുടെ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. അതിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ സിലബസിലെ എല്ലാ ഭാഗത്തു നിന്നും ഹിസ്റ്ററി, ജിയോഗ്രഫി, അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ ഓരോ ഭാഗത്തു നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 100 ചോദ്യങ്ങളുടെ ഒരു PDF നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ബൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ കിട്ടും. പിന്നെ മറ്റു ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് അവിടെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളും മറ്റ് അനുബന്ധ വിവരങ്ങളും. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനം ഏത്? പലതവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ചോദ്യമാണ് അല്ലേ. റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതാണ്? കറുത്ത മണ്ണാണ് അല്ലെ, കറുത്ത പരുത്തി മണ്ണ്. ഓക്കെ, കറുത്ത മണ്ണാണ്. റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണാണ്, അല്ലെങ്കിൽ കറുത്ത പരുത്തി മണ്ണ് എന്നൊക്കെ പറയും, ബ്ലാക്ക് സോയിൽ. റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? അത് കറുത്ത മണ്ണാണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണിനം ഏതെന്ന് ചോദിച്ചാലും അതേതാണ്? അതും കറുത്ത മണ്ണാണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണിനം ഏതാന്ന് ചോദ്യം വരാറുണ്ട്. അതും ഏതാണ്? കറുത്ത മണ്ണാണ്. എന്തൊക്കെയാണ്? റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? കറുത്ത മണ്ണാണ്. അതുപോലെ തന്നെ ചോദ്യം വരാറുണ്ട്, പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. പിന്നെ ഈ മണ്ണുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളുണ്ടല്ലോ. ഒന്ന്, മണ്ണ് വർഷമായി ആചരിക്കുന്നത് അല്ലെ. മണ്ണ് വർഷമായി ആചരിക്കുന്നത് എപ്പോഴാണ്? 2015 UN അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത് 2015 2015 UN അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഇനി മണ്ണ് ദിനമാണ് ചോദിക്കുന്നതെങ്കിൽ അത് December 5 കേട്ടോ. December 5 മണ്ണ് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഓക്കെ, അപ്പൊ മണ്ണ് വർഷമായി ആചരിക്കുന്നത് 2015 2016 എന്താണ്? 2016 നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. 2016 വെച്ച് കണക്ട് ചെയ്തോളെ. 16 പയറു വർഷമാണ് അല്ലെ. 2016 പയറു വർഷമാണ്. 2016 പയറു വർഷം. 2015 ഏതാണ്? മണ്ണ് വർഷം. 2015 മണ്ണ് വർഷം. മണ്ണ് ദിനം ചോദിച്ചാൽ മറക്കരുത്. ഓപ്ഷനിൽ എന്ത് തരും? ഓപ്ഷനിൽ December 15 എന്ന് തരും. December 15 ചിലപ്പോൾ ഓപ്ഷൻ എയിൽ തന്നെ കിടക്കുന്നുണ്ടാവും. നമ്മൾ വേഗം പോയി കറുപ്പിക്കും. ഈ 15 എവിടെ മാത്രമേ ഉള്ളൂ? വർഷത്തിലാണ് 15 ഉള്ളത്. അതായത് 2015 15 വർഷത്തിലാണുള്ളത്. ഡേറ്റ് ചോദിച്ചാൽ അത് മണ്ണ് ദിനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, മണ്ണ് ദിനമാണ് ചോദിക്കുന്നതെങ്കിൽ അത് December 5 എന്നുള്ളത് ഓർത്തു വെക്കുക. December 5 15 അല്ല. എടുത്ത് തന്നെ പറഞ്ഞുതരാം, കൺഫ്യൂഷൻ വരുന്ന സാധനമാണ്. December 15 അല്ല, December 5. ഓക്കെ, അപ്പൊ കറുത്ത മണ്ണ് കിട്ടി. എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ചോദ്യം വരും കേട്ടോ, ശ്രദ്ധിച്ചോ. റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ചോദിച്ചാലാണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? കറുത്ത മണ്ണാണ്. പിന്നെ ഒരു ചോദ്യം വരും, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. അതെവിടെയാണ്? അത് പാലക്കാട് ചിറ്റൂരാണ് കേട്ടോ. പാലക്കാടുള്ള ചിറ്റൂര്, പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. ഓക്കെ, പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് എന്ത് കാണപ്പെടുന്നത്? ഏറ്റവും കൂടുതൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. പിന്നെയും ചോദ്യം വരും, ഡക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ചോദിക്കും. ഡക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ചോദിച്ചാലും കറുത്ത മണ്ണാണ്. ഓക്കെ, കറുത്ത മണ്ണാണ്. അപ്പൊ നമുക്ക് ചോദ്യം വരാറില്ലേ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അത് എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ് എന്താണ് പറയുക? അല്ലൂവിയൽ സോയിൽ. ഓക്കെ, അല്ലൂവിയൽ സോയിൽ ആണ്
എക്കൽ മണ്ണ്. ഈ അല്ലു വെച്ച് കണക്ട് ചെയ്തോ, അല്ലു വെച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അല്ലു വെച്ച് നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? നെല്ലിനെ കണക്ട് ചെയ്യാം. നെല്ല് അല്ലു, നെല്ല് അല്ലു. ഓക്കെ, അല്ലു വെച്ച് കണക്ട് ചെയ്യാം. നെല്ല് അല്ലു. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് അല്ലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണ്. എന്തിനാണ്? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. പഠിച്ചു വെച്ചോ, നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് ഏത്? എക്കൽ മണ്ണ് അഥവാ അല്ലൂവിയൽ സോയിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ഏത്? എക്കൽ മണ്ണ് അഥവാ അല്ലൂവിയൽ സോയിൽ. അപ്പൊ നമുക്ക് ഡൗട്ട് ഉണ്ടാവും, അപ്പൊ കേരളത്തിലും അത് തന്നെയാണോ? അല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് സോയിൽ ആണ്. ലാറ്ററൈറ്റ് സോയിൽ. ഓക്കെ, ലാറ്ററൈറ്റ് സോയിൽ ആണ് ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. ഏത്? ചെങ്കൽ മണ്ണാണ്. ലാറ്ററൈറ്റ് സോയിൽ അഥവാ ചെങ്കൽ മണ്ണ്. ലാറ്ററൈറ്റ് സോയിലിന്റെ മലയാളം എന്താണ്? ചെങ്കൽ മണ്ണ്. ഈ ചെങ്കൽ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ ചോദിക്കാറുണ്ട് കേട്ടോ. ലാറ്ററൈറ്റ് സോയിൽ അല്ലേ, ഒന്ന് നോക്കി നോക്ക്. ലാറ്ററൈറ്റ് സോയിൽ ആണ്. ലാറ്ററൈറ്റ് സോയിൽ രൂപം കൊള്ളുന്ന പ്രക്രിയ ചോദിച്ചാൽ അത് ലാറ്ററൈസേഷൻ ആണ്. എന്താണ്? ലാറ്ററൈസേഷൻ. ഓക്കെ, ലാറ്ററൈറ്റ് സോയിൽ. ഓക്കെ, എന്ത് മണ്ണാണ്? ചെങ്കൽ മണ്ണ്. ലാറ്ററൈറ്റ് സോയിൽ രൂപം കൊള്ളുന്ന പ്രക്രിയ ചോദിക്കുകയാണെങ്കിൽ അത് ലാറ്ററൈസേഷൻ ആണ്. ഇത് ഇവിടെ തന്നെ ഉണ്ട്, ലാറ്ററൈ. ഇത് വെച്ച് കണക്ട് ചെയ്താൽ മതി, ലാറ്ററൈസേഷൻ. പിന്നെ നമുക്ക് ചോദ്യം വരാറുണ്ട്, മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണെന്ന്. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജിയാണ്. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. നമ്മൾ പറയാറില്ല, ചെറുപ്പത്തിൽ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ, ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, ചെറുപ്പത്തിൽ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ മണ്ണിൽ കളിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക? അമ്മയുടെ മുമ്പിലെങ്ങാനും പോയി പെടോ എന്ന് ഉണ്ടാവില്ലേ? അമ്മയുടെ മുമ്പിലെങ്ങാനും പോയി പെടോ, അല്ലെങ്കിൽ അമ്മയുടെ മുമ്പ് പോയി പെട്ട നല്ല പെട കിട്ടും അല്ലേ? നല്ല പെട കിട്ടും എന്ന് ആലോചിച്ചാലും എന്ത് കിട്ടും? പെഡോളജി. ഓക്കെ, പെഡോളജി. അമ്മയുടെ മുമ്പിലെങ്ങാനും പോയി പെട്ട നല്ല പെട കിട്ടും എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ പെഡോളജി എന്താ? മണ്ണിൽ കളിച്ചാലാണ് അമ്മയുടെ അടുത്ത് പോയാൽ നല്ല പെട കിട്ടുക. അപ്പൊ പെഡോളജി എന്താണ്? മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. ഇനി മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ. മണ്ണ് രൂപം കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ആലോചിച്ച് നോക്കുക. മണ്ണ് രൂപം കൊള്ളുക എന്ന് പറഞ്ഞാൽ രൂപം കൊള്ളുക എന്നുള്ളതിന് നമ്മൾ വേറെ എന്തും പറയും? ജനിക്കുക എന്നും പറയും. ഇത് കണ്ടോ? ജെനിസിസ്. അപ്പൊ ജനിക്കുക എന്നുള്ളത് വെച്ച് കണക്ട് ചെയ്തൂടെ? പെഡോജെനിസിസ്. മണ്ണ് രൂപം കൊള്ളുകയാണ്, മണ്ണ് ജനിക്കുകയാണ്. അപ്പൊ പെഡോ എന്നുള്ളത് നമുക്കറിയാം, നല്ല പെട കിട്ടും. മണ്ണ് കളിച്ചാൽ നല്ല പെട കിട്ടും എന്ന് ആലോചിച്ച് പെട വെച്ച് കണക്ട് ചെയ്യാം. അപ്പൊ പെഡോളജി നമുക്കറിയാം. ഇനി മണ്ണ് രൂപം കൊള്ളുക എന്ന് പറഞ്ഞാൽ അഥവാ മണ്ണ് ജനിക്കുക എന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പെഡോജെനിസിസ് നമുക്ക് കിട്ടും. പെഡോജെനിസിസ്. ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? മണ്ണ് വർഷം, അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിക്കുന്നത്. ഒന്ന് കൂടെ പറഞ്ഞു 2015 മണ്ണ് വർഷമായി ആചരിക്കുന്നത്. മണ്ണ് ദിനം എപ്പോഴാണ്? നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയാം. മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 5 ഡിസംബർ 5 മണ്ണ് ദിനമായി ആചരിക്കുന്നത്. മണ്ണ് ദിനം ഡിസംബർ 5. ശ്രദ്ധിച്ചോ, ഡിസംബർ 15 അല്ല. ഡിസംബർ 15 അല്ല. ഒന്ന് മനസ്സിലാക്കി പഠിച്ചു. ഡിസംബർ 15 അല്ല എന്നൊന്ന് പഠിച്ചു, കാരണം കൺഫ്യൂഷൻ ആക്കാൻ തീർച്ചയായിട്ടും അത് അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോ മണ്ണിനെ കുറിച്ച് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് തരികയാണെങ്കിൽ അന്താരാഷ്ട്ര മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 15 ആണെന്ന് തന്നാൽ നിങ്ങൾ അത് ശരിയാക്കി പോകും. ശരിയാക്കരുത്, അത് തെറ്റാണ്. ഡിസംബർ 5 നമ്മുടെ ഉത്തരം. ഓക്കെ, ഇനി മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ്? പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജിയാണ്. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. ഇനി മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ ചോദിച്ചാൽ പെഡോ വെച്ചിട്ട് തന്നെ ജെനിസിസ്. മണ്ണ് ജനിക്കുകയാണ് അല്ലെ? മണ്ണ് ജനിക്കുകയാണ്. അപ്പൊ പെഡോജെനിസിസ് ആണ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ. പെഡോജെനിസിസ് ആണ്. മണ്ണെന്താണ്? മണ്ണ് ജനിക്കുകയാണ്. ഓക്കെ, പിന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ് അഥവാ അല്ലൂവിയൽ സോയിൽ. എക്കൽ മണ്ണാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? അത് ചെങ്കൽ മണ്ണാണ്. ചെങ്കൽ മണ്ണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ചെങ്കൽ മണ്ണ്. ചിലപ്പോ ഇങ്ങനെ തന്നെ തരും, ഇംഗ്ലീഷിലാവൂല. ലാറ്ററൈറ്റ് സോയിൽ ഇങ്ങനെ തരും. ലാറ്ററൈറ്റ് സോയിൽ ഇങ്ങനെ തന്നാലും തെറ്റിക്കരുത്. കേരളത്തിൽ ലാറ്ററൈറ്റ് സോയിൽ ആണ് അഥവാ ചെങ്കൽ മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണ് എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ തെറ്റെഴുത് കേട്ടോ. ഓക്കെ, ചെങ്കൽ മണ്ണ് മാത്രം പഠിക്കണ്ട, രണ്ടും പഠിച്ചു വെക്കുക. ലാറ്ററൈറ്റ് സോയിൽ അഥവാ ചെങ്കൽ മണ്ണ്. ഓക്കെ, ഇനി എക്കൽ മണ്ണിന്റെ എന്തായിരുന്നു ഇംഗ്ലീഷ്? അല്ലൂവിയൽ സോയിൽ. നെല്ല് കണക്ട് ചെയ്യുക. അല്ലൂവിയൽ സോയിൽ ആണ്. അല്ലൂവിയൽ സോയിൽ. ഓക്കെ, അപ്പൊ എത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പെഡോളജി, പെഡോജെനിസിസ് ഒക്കെ പഠിച്ചു. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യം എന്താണ്? റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. കേരളത്തിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്? പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലുള്ള ചിറ്റൂരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാലും ഏതാണ്? കറുത്ത മണ്ണാണ്. ഇനി ഫലപുഷ്ടി ഏറ്റവും കൂടിയ മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഫലപുഷ്ടി ഏറ്റവും കൂടിയ മണ്ണിനം ഏതാ? ഒന്ന് കമന്റ് ചെയ്യും. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദ്യം വന്നല്ലേ? ഫലപുഷ്ടി ഏറ്റവും കൂടിയ മണ്ണിനം ഏതാണ്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ നെല്ല് കണക്ട് ചെയ്യുക. നെല്ല് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ്.
നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഓക്കെ നെല്ല് അല്ലു ഓക്കെ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഇനി ലാറ്ററൈറ്റ് മണ്ണ് ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. അതുപോലെ തന്നെ കരിമ്പ് കൃഷിക്കും അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. പഠിച്ചു വെക്കുക. പിന്നെ കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അല്ലെ കണ്ടൽ കാടുകളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അത് പീറ്റ് മണ്ണാണ് കേട്ടോ. പീറ്റ് മണ്ണ്. കണ്ടൽ കാടുകളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിനും ചോദ്യം വരാറുണ്ട്. അത് പീറ്റ് മണ്ണാണ്. അപ്പൊ കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം പീറ്റ് മണ്ണ്. ജൈവാംശം ഏറ്റവും കൂടുതൽ ഉള്ള മണ്ണിനം ഏതാണ്? ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അത് പർവ്വത മണ്ണാണ് കേട്ടോ. നമുക്കറിയാം പർവ്വത മണ്ണാണ്. പർവ്വത മണ്ണാണ് ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണിനം. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ഏതാണ്? പർവ്വത മണ്ണാണ്. നമ്മൾ ഏതാണ് ചോദിച്ചത്? ഫലഭൂഷ്ടി ഏറ്റവും കൂടിയ മണ്ണിനം ഏതാണ്? നമ്മൾ സ്ഥിരം പഠിക്കാറുണ്ട്. ആ മണ്ണിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഫലഭൂഷ്ടി വളരെ കൂടുതലാണ്. ഏറ്റവും കൂടിയ മണ്ണിനം എന്നല്ല, ഫലഭൂഷ്ടി വളരെ കൂടിയ മണ്ണിനമാണ് നമ്മൾ പഠിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൂടുതലായി കാണപ്പെടുന്നു എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഉത്തരം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ഒന്ന് ആക്റ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ. ഒന്ന് കമന്റ് ചെയ്തിട്ടാണെങ്കിലും ഒന്ന് ആക്റ്റീവ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ മണ്ണുകളെ പറ്റിയുള്ള ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ബസാൾട്ട് ശിലകൾക്ക് ചോദ്യം വരും. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടായ മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? കറുത്ത മണ്ണാണ്. ബ്ലാക്ക് സോയിൽ. ഓക്കെ, ബ്ലാക്ക് സോയിൽ, കറുത്ത പരുത്തി മണ്ണ്. അപ്പൊ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ഇനിയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കുക. പക്ഷെ ഇത്രയും എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇനി അടുത്തത്, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്ന സംവിധാനം. ഒരുപാട് തവണ ചോദ്യം വന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ സംവിധാനം ഏതെന്ന് ഇതുപോലെ ചോദിക്കാറുണ്ട്. അതായത് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്ന സംവിധാനം ഏതെന്നും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ സംവിധാനം നിലവിൽ വന്ന വർഷവും ചോദിക്കാറുണ്ട്. രണ്ടും നമുക്ക് പഠിച്ചു പോവാം. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്നതാണ് ഏതാണ്? ആസൂത്രണ കമ്മീഷൻ വന്ന വർഷം എപ്പോഴാണ്? 1950 അല്ലെ? 1950 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. 1950 മാർച്ച് 15 അല്ലെ? മാർച്ച് 15 ഡേറ്റ് കൂടെ ഒന്ന് പഠിച്ചു വെച്ചോ. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി ഈ ആസൂത്രണ കമ്മീഷന് പകരമായി ഇന്ത്യയിൽ നിലവിൽ വന്നത് ഇതിൽ ഏതാണ്? ദേശീയ വികസന സമിതി, നീതി ആയോഗ്, ധനകാര്യ കമ്മീഷൻ, പ്രധാനമന്ത്രിയുടെ ഉപദേശക സമിതി. ഏതാണ്? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അത് നീതി ആയോഗാണ് അല്ലെ? നീതി ആയോഗ്, NITI ആയോഗ്. അപ്പൊ വേറൊരു കാര്യം കൂടി നമുക്ക് അവിടെ ചോദ്യം വരില്ലേ? NITI എന്താണ് ഇതിന്റെ ഫുൾ ഫോം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. പഠിച്ചു വെച്ചോ. ഇതിന്റെ ഫുൾ ഫോം ചോദ്യം വരാറുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ അല്ലേ? അപ്പൊ നീതി ആയോഗിന്റെ ഫുൾ ഫോം ഇനി ചോദ്യം വന്നാൽ കിട്ടുമല്ലോ. എന്താണെന്ന് റിപ്പീറ്റ് ചെയ്ത് പറ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇനി ഈ നീതി ആയോഗ് നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 2015 കേട്ടോ. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. എന്താണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. നീതി ആയോഗ് എന്തിന് പകരമായിട്ടാണ് നിലവിൽ വന്നതെന്ന് ചോദ്യം വരും. ചിലപ്പോൾ അങ്ങനെ വന്നാലും തെറ്റിക്കരുത്. ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്നതാണ്. ഈ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ആദ്യ അധ്യക്ഷനായിരുന്നു നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. നെഹ്റു ആണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ. ആസൂത്രണ കമ്മീഷനിൽ എപ്പോഴും അധ്യക്ഷൻ ആരാവും? പ്രധാനമന്ത്രിയാവും. ആദ്യ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദ. പഠിച്ചു വെച്ചോ. ഗുൽസാരിലാൽ നന്ദ. ഓക്കെ, ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും ആദ്യ ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും നമുക്ക് കിട്ടണം. ഓക്കെ, ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ചോദ്യം വരും, ആസൂത്രണ കമ്മീഷന്റെ അവസാന അധ്യക്ഷൻ ആര് എന്ന് ചോദ്യം വന്നാലും, നീതി ആയോഗിന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആര് എന്ന് ചോദ്യം വന്നാലും ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. നിലവിലെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഓക്കെ, അപ്പൊ എന്തൊക്കെ പഠിച്ചു? ആസൂത്രണ കമ്മീഷന്റെ അവസാന അധ്യക്ഷനും നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷനും. ആസൂത്രണ കമ്മീഷനിലും അധ്യക്ഷൻ ആരാവും? പ്രധാനമന്ത്രിയാവും. നീതി ആയോഗിലും അധ്യക്ഷൻ ആരാവും? പ്രധാനമന്ത്രിയാവും. അപ്പൊ നീതി ആയോഗ് നിലവിൽ വരുമ്പോൾ, അതായത് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുമ്പോൾ നമ്മുടെ ഇവിടെ പ്രധാനമന്ത്രി ആരാ? നിലവിലും പ്രധാനമന്ത്രി ആരാ?
നരേന്ദ്രമോദിയാണ്. നിലവിലും അതുപോലെ തന്നെ 2015 ജനുവരി 1 നിലവിൽ വരുമ്പോഴും ആരായിരുന്നു പ്രധാനമന്ത്രി? നരേന്ദ്രമോദിയാണ്. ഈ 2014 എന്ത് പിരിച്ചുവിട്ടത്? ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടത്. ഈ 2014 ഇവിടെ പ്രധാനമന്ത്രി ആരാ? നരേന്ദ്രമോദിയാണ്. ഇനി അവസാനത്തെ, അതായത് ആസൂത്രണ കമ്മീഷന്റെ അവസാന അധ്യക്ഷനായിരുന്നു നരേന്ദ്രമോദി. ചിലപ്പോൾ നമുക്കൊരു ചോദ്യം വരും, ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ടൊക്കെ വരും. ആസൂത്രണ കമ്മീഷന്റെ അവസാന ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ മൊണ്ടേക് സിംഗ് അലുവാലിയ. ഒന്ന് പഠിച്ചു വെച്ചോ, മൊണ്ടേക് സിംഗ് അലുവാലിയ. ഈ അലുവ വെച്ചിട്ട് പഠിച്ചു വെച്ചോട്ടോ, അലുവാലിയ. ഓക്കെ, അലുവാലിയ, മൊണ്ടേക് സിംഗ്. ഈ അലുവാലിയ മാത്രം ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മൊണ്ടേക് സിംഗ് അലുവാലിയാണ് ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ. അവസാനത്തെ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാലും ആരാണ്? നരേന്ദ്രമോദി. ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു സാധനമുണ്ട്. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷനും, നിലവിലെ അധ്യക്ഷനും ഒക്കെ ഒരേതാണ് അല്ലെ? നമ്മൾ പഠിച്ചു. നിലവിലും അതുപോലെ തന്നെ ആദ്യം നിലവിൽ വരുമ്പോഴും ഒക്കെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. ഉപാധ്യക്ഷനും മാറിയിട്ടുണ്ട്, പിന്നെ സിഇഒയും മാറിയിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് പഠിക്കാം. ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു. നരേന്ദ്രമോദി ആദ്യ അധ്യക്ഷൻ. ഇതിപ്പോ നമുക്ക് ആദ്യത്തെ പഠിക്കാം കേട്ടോ. അതായത് ആദ്യത്തെ നീതി ആയോഗിന്റെ ആദ്യത്തെ എന്താണ്? അധ്യക്ഷനാണ് നരേന്ദ്രമോദി. ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ. ഓക്കെ, അരവിന്ദ് പനഗരിയ. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോ, അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ ആദ്യ സിഇഒ ആരാണ്? സിന്ധു ശ്രീ ഖുള്ളർ ആണ്. സിന്ധു ശ്രീ ഖുള്ളർ ആണ് കേട്ടോ. സിന്ധു ശ്രീ ഖുള്ളർ ആണ് ആദ്യത്തെ സിഇഒ. നീതി ആയോഗിന്റെ ആദ്യ സിഇഒ ആരാണ്? സിന്ധു ശ്രീ ഖുള്ളർ ആണ് നീതി ആയോഗിന്റെ ആദ്യ സിഇഒ. അപ്പൊ ആദ്യ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. ആദ്യ സിഇഒ ആരാന്ന് ചോദിച്ചാൽ സിന്ധു ശ്രീ ഖുള്ളർ. അപ്പൊ അതുപോലെ തന്നെ നമുക്കിപ്പോ കറണ്ട് അഫയർ ആയിട്ടും പഠിക്കാണ്ടാവുമല്ലോ. നിലവിൽ ആരാന്നൊക്കെ ചോദ്യം വരില്ലേ? നിലവിൽ ആരാണ്? ഇനി നിലവിലെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ആരാണ്? നരേന്ദ്രമോദി തന്നെയാണ് നിലവിലെ അധ്യക്ഷൻ. നിലവിലെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ മോദിയാണ്. നിലവിലെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അധ്യക്ഷ മാറ്റം വന്നിട്ടില്ല. കാരണം എന്താണ്? ഇനി അധ്യക്ഷൻ, അതായത് നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരായിരിക്കും എന്നൊരു ചോദ്യം വന്നിട്ട് താഴെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്നൊക്കെ തന്നെ ശ്രദ്ധിക്കണം. അത് എപ്പോഴും പ്രധാനമന്ത്രിയാണ്. ഇനി നിലവിലെ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അതാണ് സുമൻ ബെറി. ഓക്കെ, നിലവിലെ ഉപാധ്യക്ഷനാണ് സുമൻ ബെറി. അപ്പൊ നിലവിലെ സിഇഒ ആരാണ്? നിലവിലെ സിഇഒ BVR സുബ്രഹ്മണ്യമാണ്. BVR സുബ്രഹ്മണ്യം. ഓക്കെ, അപ്പൊ നിലവിലെ പഠിച്ചല്ലോ. നിലവിലെ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ്. നിലവിലെ സിഇഒ ആണ് BVR സുബ്രഹ്മണ്യം. ഇതൊക്കെ നിലവിലേതാണ്. ആദ്യത്തെ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ആദ്യത്തെ അധ്യക്ഷനും ആരായിരുന്നു? നരേന്ദ്രമോദിയാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദ്യം വരികയാണെങ്കിൽ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാ? അരവിന്ദ് പനഗരിയ. ഓക്കെ, അരവിന്ദ് പനഗരിയ. നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിച്ചാലും ആരാണ്? അരവിന്ദ് പനഗരിയ. അപ്പൊ ധനകാര്യ പനഗരിയ, നോക്ക്, ധനകാര്യ പനഗരിയ വെച്ച് കണക്ട് ചെയ്യുക. ധനകാര്യ പനഗരിയ വെച്ചിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ധനകാര്യ പനഗരിയ. അപ്പൊ നിലവിലെ കിട്ടുമല്ലോ. നിലവിലെയും ആദ്യത്തേതും നമ്മൾ പഠിക്കണം. നിലവിലെയും ആദ്യത്തേതും പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ എന്തൊക്കെ പഠിച്ചു? ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ആദ്യ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാലും നിലവിലെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാലും നമുക്ക് കിട്ടണം, അത് നരേന്ദ്രമോദിയാണ്. ആദ്യ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാലാണ് അരവിന്ദ് പനഗരിയ. ആദ്യ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. ആദ്യ സിഇഒ ആണ് സിന്ധു ശ്രീ ഖുള്ളർ. ഇനി നിലവിലെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ കിട്ടും. അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നിലവിൽ ആരാണ് പ്രധാനമന്ത്രി? നരേന്ദ്രമോദിയാണ്. അപ്പൊ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ നിലവിലും നരേന്ദ്രമോദിയാണ്. നിലവിലെ ഉപാധ്യക്ഷൻ ചോദിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സുമൻ ബെറി കിട്ടും. സുമൻ ബെറി ആണ് നിലവിലെ ഉപാധ്യക്ഷൻ. നിലവിലെ സിഇഒ ആണ് സിന്ധു ശ്രീ ഖുള്ളർ അല്ല, സിന്ധു ശ്രീ ഖുള്ളർ ആദ്യത്തെയാണ്. നിലവിലെ സിഇഒ ആരാന്ന് ചോദിച്ചാൽ BVR സുബ്രഹ്മണ്യം. ഓക്കെ, ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത്,
ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നതും ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നത് എന്താണ്? നീതി ആയോഗ് ആണ് കേട്ടോ. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നും ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നത് എന്താണ്? നീതി ആയോഗ് ആണ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നും ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നും അറിയപ്പെടുന്ന ഏതാണ്? നീതി ആയോഗ് ആണ്. ഇനി പറ, നീതി ആയോഗ് നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 2015. ഡേറ്റ് ഒന്ന് പറയാം. 2015. അതിന്റെ തുടക്കത്തിൽ തന്നെ നിലവിൽ വന്നു. അതായത് 2015 ജനുവരി 1 അല്ലേ നിലവിൽ വന്നത്. നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. എന്തിനു പകരമായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്നു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദയാണ് അല്ലെ. ഗുൽസാരിലാൽ നന്ദയാണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ. അതുവരെ ക്ലിയർ അല്ലേ? ഇനി ആസൂത്രണ കമ്മീഷന്റെ അവസാന അധ്യക്ഷൻ ചോദിച്ചാലും നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ ചോദിച്ചാലും രണ്ടും നരേന്ദ്രമോദിയാണ്. എന്നാൽ ആസൂത്രണ കമ്മീഷന്റെ അവസാന ഉപാധ്യക്ഷനായിരുന്നു ആര്? മൊണ്ടേക് സിംഗ് അലുവാലിയ. മൊണ്ടേക് സിംഗ് അലുവാലിയ. ഇനി നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയാണ്. ആദ്യ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാലാണ്? അരവിന്ദ് പനഗരിയ. ആദ്യ സിഇഒ ആരാണ്? സിന്ധു ശ്രീ ഗുള്ളർ. നിലവിലെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് ഒക്കെ അറിയാം, നരേന്ദ്രമോദിയാണ്. ഉപാധ്യക്ഷൻ ആരാണ്? ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ്. നിലവിലെ സിഇഒ ആരാണ്? ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോ കിട്ടിയില്ലേ? നിലവിലെ സിഇഒ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യമാണ് നിലവിലെ സിഇഒ. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പിന്നെ എന്താണ്? ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നും ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാന്ന് ചോദിച്ചാൽ നീതി ആയോഗാണ്. നീതി ആയോഗിന്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചോ, ചോദ്യം വരും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഭരണഘടനയിലെ ഭാഗം 3 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഒരുപാട് തവണ ഈ ചോദ്യം കണ്ടിട്ടില്ലേ? ഭരണഘടനയിലെ ഭാഗം 3 എന്തിനെ കുറിച്ചാണ്? ഒരുപാട് ഭാഗങ്ങൾ, 20 ഭാഗങ്ങളൊക്കെ നമുക്ക് പഠിക്കാണ്ടെങ്കിലും ഏത് ഭാഗമാണ് എപ്പോഴും ചോദ്യം വരാറുള്ളത്? ഭരണഘടനയിലെ ഭാഗം 3 ആണ്. എന്തുകൊണ്ടാണ് PSC അതിനോട് ഇത്ര ഇഷ്ടം? PSC ഇത്ര ഇഷ്ടം തോന്നാൻ കാരണം എന്താ? അതെന്താണ്? അത് മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ളതാണ് അല്ലെ. നമ്മുടെ മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് ഭാഗം 3 പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഭാഗം 3 മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പൊ പഠിച്ചു വെച്ച ഭരണഘടനയിലെ ഭാഗം 3 എന്താണ്? ഭാഗം 3 മൗലിക അവകാശങ്ങളാണ്. ഭാഗം 1 എന്താണ്? യൂണിയൻ ടെറിട്ടറിയാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. യൂണിയൻ ടെറിട്ടറിയാണ് ഭാഗം 1. ഭാഗം 2 പഠിച്ചു വെക്കുക. അത് പൗരത്വത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 2 പൗരത്വം. ഭാഗം 2 പൗരത്വം. ഭാഗം 3 മൗലിക അവകാശങ്ങൾ. ഭാഗം 3 മൗലിക അവകാശങ്ങൾ. എല്ലാതൊന്നും പഠിക്കണ്ട, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കലും ചെയ്യാം. ഭാഗം 3 മൗലിക അവകാശങ്ങൾ. അപ്പൊ 2 പഠിച്ചു, 3 പഠിച്ചു. 4 എന്താണ്? ഭാഗം 4 എന്താണ്? ഭാഗം 4 ഒന്ന് ഓർത്ത് നോക്ക്. ഭാഗം 4 എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇനി ഭാഗം 4A ആണ് അടുത്തത് പോയിട്ട് 5 അല്ല പഠിക്കേണ്ടത്. ഭാഗം 4A നമുക്ക് പഠിക്കാണ്ട്. 4A ഭാഗം 4A ആണ് മൗലിക കടമകളാണ് ഭാഗം 4A. ഇനി ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ, മൗലിക കടമകളെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ 51A ആണ് കേട്ടോ. 51A ആണ് ആർട്ടിക്കിൾ. 51A ആണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഇനി പൗരത്വത്തെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ചിലപ്പോൾ ചോദ്യം വരികയാണെങ്കിൽ 5 മുതൽ 11 വരെയാണ്. ഓക്കെ, 5 മുതൽ 11 വരെ. ഇനി ഇവിടെ മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ 12 മുതൽ 35 വരെയാണ്. ഇനി നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണെങ്കിൽ 36 മുതൽ 51 വരെയാണ്. 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 51A എന്താണ്? മൗലിക കടമകളാണ്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? ഭാഗം 2 എന്താണ്? പൗരത്വം. ഭാഗം 2 പൗരത്വം. ഭാഗം 3 മൗലിക അവകാശങ്ങൾ. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4 ആണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. 4A ആണ് മൗലിക കടമകൾ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെയും കുറച്ചെണ്ണം ഞാൻ പറഞ്ഞുതരാം, ഒന്ന് അറിഞ്ഞു വെച്ചോ. പൗരത്വം. ഭാഗം 2 എന്താണ്? പൗരത്വം. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ ഒന്ന് പഠിച്ചു പോവാ. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. നമ്മൾ ഭാഗം 1 ഇതിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂണിയൻ ടെറിട്ടറി ആണ് അല്ലെ. യൂണിയൻ ടെറിട്ടറി ആണ്. അത് 1 മുതൽ 4 വരെയാണ് കേട്ടോ. 1 മുതൽ 4 വരെയാണ്. 1 മുതൽ 4 വരെ
ആർട്ടിക്കിൾ ആണ് യൂണിയൻ ടെറിട്ടറിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭാഗം 2 എന്താണ്? പൗരത്വം 5 മുതൽ 11 വരെ. പിന്നെ മൗലിക അവകാശങ്ങൾ 12 മുതൽ 35 വരെ. 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങൾ. പിന്നെ ഭാഗം 4 എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ 36 മുതൽ 51 വരെ. ഇത് ഭാഗം 3 പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ഭാഗം 3 മൗലിക അവകാശങ്ങൾ, ഭാഗം 4 ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഭാഗം 4A ഏതാണ്? മൗലിക കടമകൾ. 4A 51A പഠിച്ചു വെക്കുക. ഭാഗം 4A 51A. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഭാഗം 9. ഭാഗം 9 എന്താണ്? പഞ്ചായത്താണ്. ഓക്കെ, ഭാഗം 9 പഞ്ചായത്ത്. ഇനി ഭാഗം 9A ആണ് മുനിസിപ്പാലിറ്റി. ഓക്കെ, ഭാഗം 9A മുനിസിപ്പാലിറ്റി. ഭാഗം 9A ആണ് മുനിസിപ്പാലിറ്റി. ഭാഗം 9A മുനിസിപ്പാലിറ്റി. പിന്നെ 15 ആണ് തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നതാണ് ഭാഗം 15 തിരഞ്ഞെടുപ്പ്. ഭാഗം 15 തിരഞ്ഞെടുപ്പ്. ഇനി 18 നമ്മൾ പഠിക്കണം. 18 എന്താണ്? 18 ഭാഗം 18 അടിയന്തരാവസ്ഥ. ഓക്കെ, ഭാഗം 18 അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ. ഭാഗം 20 ഭേദഗതി. 20 ഭേദഗതി. ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ ഭാഗം 9 എന്താണ്? പഞ്ചായത്തുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭാഗം 9A ആണ് മുനിസിപ്പാലിറ്റികളെ കുറിച്ച്. പിന്നെ 15 തിരഞ്ഞെടുപ്പും 18 അടിയന്തരാവസ്ഥയും 20 ഭേദഗതികളെ കുറിച്ചുമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മൗലികാവകാശമാണ് ഇമ്പോർട്ടന്റ് ആയത് ഭാഗം 3. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് പിന്നെയും പറയുന്നത്. ഭാഗം 3 മൗലിക അവകാശങ്ങളാണ്. ഭാഗം 3 എന്താണ്? മൗലിക അവകാശങ്ങൾ. ഭാഗം 3 മൗലിക അവകാശങ്ങൾ. ഭാഗം 3 മൗലിക അവകാശങ്ങൾ. എത്ര മൗലിക അവകാശങ്ങളാണ് ഉള്ളത്? നിലവിൽ വരുമ്പോ എത്ര ഉണ്ടായിരുന്നു? 7 എണ്ണം ഉണ്ടായിരുന്നു. ആദ്യം നിലവിൽ വരുമ്പോ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 7 എണ്ണം ഉണ്ടായിരുന്നു. നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. നിലവിൽ എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ട് ചോദ്യം വരാറുണ്ട്. 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ഇനി മൗലികാവകാശങ്ങളുടെ ശില്പി ആരെന്ന് ചോദ്യം വരാറുണ്ട്. മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേൽ പഠിച്ചു വെച്ചോ. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. പഠിച്ചു വെച്ചോ. മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ ആണ് മൗലികാവകാശങ്ങളുടെ ശില്പി. മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ ആണ് മൗലികാവകാശങ്ങളുടെ ശില്പി. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരെന്ന് ചോദ്യം വരും. അതാരാണ്? അത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയാണ്. സുപ്രീം കോർട്ടാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി. മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങളെ പ്രതിപാദിക്കുന്നത് ഭാഗം 3-ലാണ്. ഭാഗം 3 എത്ര മുതൽ? 12 മുതൽ 35 വരെയാണ് അല്ലെ? ഭാഗം 3 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ. ഓക്കെ, ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. സംരക്ഷകൻ ആരാണ്? സുപ്രീം കോടതിയാണ്. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങൾ ഏകദേശം ക്ലിയർ അല്ലേ? മൗലികാവകാശം ബേസിക് ആയിട്ട് എന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെയും നിങ്ങൾക്ക് ആർട്ടിക്കിളുകളൊക്കെ ഒന്ന് റെഫർ ചെയ്ത് വായിച്ചിട്ടൊക്കെ പോവാം. മൗലികാവകാശങ്ങളൊക്കെ എപ്പോഴും ആർട്ടിക്കിളുകൾ എപ്പോഴും ഒന്ന് വായിച്ചിട്ട് പോവാം. മൗലിക കടമകളും ആർട്ടിക്കിളുകൾ വായിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്ന്? ചോദ്യം വരാറില്ലേ? 1857 വിപ്ലവം അല്ലെങ്കിൽ 1ാം സ്വാതന്ത്ര്യ സമരം എവിടെ നിന്നാണ് പൊട്ടിപ്പുറപ്പെട്ടത്? 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാണ്? മീററ്റിൽ നിന്നല്ലേ? മീററ്റ്. ഓപ്ഷൻ എ മീററ്റിൽ നിന്നാണ് അല്ലെ? മീററ്റിൽ നിന്നാണ് 1857 വിപ്ലവം അല്ലെങ്കിൽ 1ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. എവിടെ നിന്നാണ്? മീററ്റിൽ നിന്നാണ്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ നിന്നുമാണ്. മീററ്റിൽ നിന്നുമാണ് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആരെന്നുള്ളത് ആരാണ്? മംഗൾ പാണ്ഡെ ആണ്. ഓക്കെ, മംഗൾ പാണ്ഡെ. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. പഠിച്ചു വെച്ചോ, മംഗൾ പാണ്ഡെ. ഇദ്ദേഹമാണ് ആദ്യ രക്തസാക്ഷി. ഓക്കെ, വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് അതും മാ വെച്ചിട്ടല്ലേ നമ്മൾ പഠിച്ച്? മീററ്റ്. മീററ്റ് രണ്ടും മായാണെന്ന് കണക്ട് ചെയ്യുക. ആദ്യ രക്തസാക്ഷിയും ആദ്യം വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടതും രണ്ടും മാ വെച്ച് കണക്ട് ചെയ്യുക. മീററ്റ്, മംഗൾ പാണ്ഡെ. ആദ്യ രക്തസാക്ഷിയായിരുന്നു മംഗൾ പാണ്ഡെ. ഈ മംഗൾ പാണ്ഡെ ഏത് നേറ്റീവ് റെജിമെന്റിലാന്ന് ചോദ്യം വരും ചിലപ്പോ. 34ാമത് നേറ്റീവ് റെജിമെന്റിലായിരുന്നു. 34ാമത്
നേറ്റീവ് റെജിമെന്റ്. 34ാമത് നേറ്റീവ് റെജിമെന്റിലായിരുന്നു മംഗൾ പാണ്ഡെ. പിന്നെ ഇവിടെ നിന്ന് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് ഒന്നെന്താണ്, 1757 വിപ്ലവത്തിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദ്യം വരാറുണ്ട്. ആരാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്? VD സവർക്കർ ആണ്. VD സവർക്കർ ആണ് 1757 വിപ്ലവത്തിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? VD സവർക്കർ. VD സവർക്കർ. പിന്നെ ഈ 1757 വിപ്ലവത്തിന്റെ മറ്റു വിശേഷണങ്ങൾ ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ് പിന്നെ അറിയപ്പെടുന്നത്? ഒന്ന് ശിപ്പായി ലഹള എന്നറിയപ്പെടാറുണ്ട് അല്ലെ? ശിപ്പായി ലഹള. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്നത് 1757 വിപ്ലവമാണ്. അതുപോലെ തന്നെ ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നത് ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നത് 1757 വിപ്ലവമാണ്. പിന്നെ നമ്മൾ പഠിച്ചു ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നതും 1757 വിപ്ലവമാണ്. ചപ്പാത്തി വിപ്ലവം വെച്ചൊരു സാധനം കണക്ട് ചെയ്തോ. ഈ 1757 വിപ്ലവത്തിന്റെ രഹസ്യ മുദ്ര എന്താന്ന് ചോദ്യം വന്നത് എന്താണ്? ചപ്പാത്തിയും ചുവന്ന താമരയുമാണ്. ചപ്പാത്തിയും ചുവന്ന താമരയും. ചപ്പാത്തിയും താമരയും എന്ന് പഠിച്ചു വെച്ചാൽ മതി. ചപ്പാത്തിയും താമരയുമാണ് 1757 വിപ്ലവത്തിന്റെ രഹസ്യ മുദ്ര. അപ്പൊ 1757 വിപ്ലവത്തിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? VD സവർക്കർ. VD സവർക്കർ ആണ് 1757 വിപ്ലവത്തിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ്. വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ മീററ്റിൽ നിന്നാണ്. മീററ്റിൽ നിന്നുമാണ് 1757 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. പിന്നെ ഈ ഭാഗത്ത് നിന്നും എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന എന്താണ്? ബോക്സ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലെ? എന്തൊക്കെയാണ്? ഓരോ സ്ഥലത്ത് നേതൃത്വം നൽകിയത് ആരാണ്? ആദ്യം നമ്മൾ പഠിച്ചു മീററ്റിലാണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. മീററ്റിൽ എന്താണ്? വിപ്ലവം പൊട്ടിപ്പുറപ്പെടുകയാണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? ഖതം, ടാറ്റ, ബൈ ബൈ എന്ന് പറയില്ലേ? ഖതം ഇല്ലേ? കഴിഞ്ഞു, പണി കഴിഞ്ഞു. അപ്പൊ ഖതം, വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. അത് ഖതം സിംഗ് ആണ് കേട്ടോ. ഖതം സിംഗ് ആണ് 1757 വിപ്ലവത്തിൽ മീററ്റിൽ നേതൃത്വം നൽകിയത്. മീററ്റിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഖതം സിംഗ് ആണ്. മീററ്റിൽ ആരാണ്? ഖതം സിംഗ് ആണ്. ഇനി പഠിച്ചോ ഫൈസാബാദിൽ ആരാന്ന് ചോദിക്കും. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദ് അല്ലെങ്കിൽ ഫരീദാബാദ് എന്നൊക്കെ തന്ന ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ് കേട്ടോ. മൗലവി അഹമ്മദുള്ള. മൗലവി അഹമ്മദുള്ളയാണ് എവിടെ നേതൃത്വം നൽകിയത്? ഫൈസാബാദിൽ നേതൃത്വം നൽകിയത്. ഇനി കാൺപൂരിൽ ആരാണ്? എപ്പോഴും ചോദ്യം വരാറുണ്ട്. ചിലപ്പോൾ ഇത് മാത്രമായിട്ട് ചോദിക്കും. 1857 വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആര്? കാൺപൂരിൽ ആരാണ്? കാൺപൂർ ആരാണ്? നാനാ സാഹിബാണ്. നാനാ സാഹിബ്. ഓക്കെ, കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബ്. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ. ഏതൊക്കെ പഠിച്ചു? ആദ്യം മീററ്റ് പഠിച്ചു. മീററ്റിൽ ആരാണ്? ഖതം. മീററ്റിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഖതം അല്ലേ? ഖതം. മീററ്റിൽ കഴിഞ്ഞു, വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പൊ ഖതം എന്നാലോചിച്ചാൽ ഖതം സിംഗ് ആണ് മീററ്റിലുള്ളത്. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ്. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ്. പിന്നെ നമ്മൾ ഏത് പഠിച്ചു? കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബാണ്. കാൺപൂരിൽ നാനാ സാഹിബാണ്. ഡൽഹിയിൽ ആരാന്ന് ചോദിക്കും. ഡൽഹിയിൽ ആരാണ്? ഭക്ത് ഖാനാണ്. ആലോചിച്ച് നോക്കുക. ഡൽഹിയിലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഭക്തിയാണ് എന്നാലോചിക്കുക. അപ്പൊ ഡൽഹി ഭക്ത് ഖാൻ. ഡൽഹിയിൽ ആരാണ്? ഭക്ത് ഖാനാണ്. ഡൽഹി ഭക്ത് ഖാൻ. ഡൽഹിയിൽ ആരാണ്? ഭക്ത് ഖാനാണ്. പിന്നെ നമ്മൾ ഏത് പഠിക്കണം? ഝാൻസിയിൽ ആരാന്ന് ചോദിക്കും. ഝാൻസിയിൽ ആരാണ്? ഝാൻസി. ആ പേരിൽ തന്നെ ഉണ്ട് ആള്. ഝാൻസി റാണി എന്ന് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ റാണി ലക്ഷ്മിബായി ആണ് കേട്ടോ. റാണി ലക്ഷ്മിബായി. റാണി. ഓക്കെ, ഝാൻസി എന്ന് കണ്ടാൽ തന്നെ ആരാണ്? റാണിയാണ്. ഝാൻസി റാണി. ഝാൻസി ഗോളിയോർ എന്നിവിടങ്ങളിൽ ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. ഓക്കെ, അപ്പൊ ഇത് ഏതൊക്കെ പഠിച്ചു? മീററ്റിൽ ആരാണ്? ഖതം സിംഗ് ആണ്. മീററ്റിൽ ആരാണ്? ഖതം സിംഗ് ആണ്. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള അല്ലെ? ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. കാൺപൂർ നാനാ സാഹിബ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. കാൺപൂർ KANNAN. ഈ N വെച്ച് കണക്ട് ചെയ്യുക. കാൺപൂർ നാനാ സാഹിബ്. ഡൽഹിയിൽ ആരാണ്? ഡൽഹിയിലുള്ള ആളുകൾക്കൊക്കെ എന്താണ്? ഭയങ്കര ഭക്തിയാണ് അല്ലെ? അപ്പൊ ഭക്ത് ഖാനെ കിട്ടും. പിന്നെ ആരാണ്? ഝാൻസിയിൽ ആരാന്ന് ചോദിച്ചാൽ റാണി ലക്ഷ്മിബായി. ഈ ഡൽഹിയിൽ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനും ഡൽഹിയിലാണ്. ബഹദൂർ ഷാ രണ്ടാമനും എവിടെയാണ്? ഡൽഹിയിലാണ് അല്ലെ? 1857 വിപ്ലവത്തിലെ താൽക്കാലിക വിജയത്തെ തുടർന്ന് ഡൽഹിയിൽ രാജാവായി വാഴിച്ചത് ആരെയാണെന്നൊക്കെ, ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെന്നൊക്കെ ചോദ്യം വന്ന ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ബഹദൂർ ഷാ
രണ്ടാമൻ, ബഹദൂർ ഷാ രണ്ടാമൻ. ഓക്കെ, ബഹദൂർ ഷാ രണ്ടാമനെയാണ് ഡൽഹിയിൽ താൽക്കാലിക വിജയത്തെ തുടർന്ന്. അവിടെ ഒരു പോയിന്റ് ഉണ്ട്, 1857 വിപ്ലവം ഇന്ത്യക്കാർക്ക് ഒരു വിജയകരമായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് എന്നത് തെറ്റാണ്, പൊട്ടത്തെറ്റാണ്. വിജയിച്ചിട്ടില്ല, വൻ പരാജയമായിരുന്നു. ഓക്കെ, താൽക്കാലിക വിജയത്തെ തുടർന്ന് ഡൽഹിയിൽ രാജാവായി വാഴിച്ചാണ് ബഹദൂർ ഷാ രണ്ടാമനെ. ഈ ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് എപ്പോഴും ചോദിക്കാറുണ്ട്, എവിടെ വെച്ചാണ്, ഏത് ചരിത്ര സ്മാരകത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത്? എവിടെ? ഹുമയൂണിന്റെ ശവകുടീരത്തിന് മുന്നിൽ വെച്ചിട്ടാണ് ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത്. ഓക്കെ, ഇനി ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ റങ്കൂണിലേക്കാണ് ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത്. അതും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഡൽഹിയിൽ ബക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. ഇനി ബറേലിയിൽ ആരാണ്? ബറേലി ബഹദൂർ ഖാൻ ആണ് കേട്ടോ. ബറേലി ബഹദൂർ ഖാൻ. ബഹദൂർ ഷാ രണ്ടാമനല്ല, ബഹദൂർ ഖാൻ ആണ്. ബഹദൂർ ഖാൻ, ബറേലി ബഹദൂർ ഖാൻ. ബഹദൂർ ഷാ രണ്ടാമൻ നമുക്കൊക്കെ അറിയാം ഡൽഹിയാണ്. ഡൽഹിയിലാണ് ആരുണ്ടായിരുന്നത്? മുഗൾ ഭരണം ഉണ്ടായിരുന്നത്. അപ്പൊ ഡൽഹി മുഗൾ വെച്ച് കണക്ട് ചെയ്യുക. 1857 വിപ്ലവത്തിലെ മുഗൾ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാലും ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. അപ്പൊ ആ ചക്രവർത്തിനെ വെച്ചിട്ട് കണക്ട് ചെയ്യുക. നമുക്കറിയാലോ അദ്ദേഹം ഒരു ചക്രവർത്തിയാണ് അല്ലെ, മുഗൾ ചക്രവർത്തിയാണ്. അപ്പൊ മുഗൾ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. ബഹദൂർ ഷാ രണ്ടാമൻ. അപ്പൊ ബറേലിയിൽ ആരാണ്? ബഹദൂർ ഖാൻ ആണ്. ബറേലിയിലെ ബഹദൂർ ഖാൻ. ഇനി ബീഗം ഹസ്രത്ത് മഹൽ എവിടെയാണ്? ബീഗം ഹസ്രത്ത് മഹൽ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. ബീഗം ഹസ്രത്ത് മഹൽ എവിടെയാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഹസ്രത്ത് മഹൽ എവിടെയാണ് നേതൃത്വം നൽകിയത്? അറിയുന്നവരുണ്ടാവുമല്ലോ, എക്സാം എഴുതാൻ പോകല്ലേ, ഒന്ന് പറയും. ബീഗം ഹസ്രത്ത് മഹൽ എവിടെയാണ് നേതൃത്വം നൽകിയത്? 1857 വിപ്ലവത്തിൽ എവിടെയാണ് ബീഗം ഹസ്രത്ത് മഹൽ നേതൃത്വം നൽകിയത്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചതൊന്ന് റിപ്പീറ്റ് ചെയ്തോ. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ള. ബറേലിയിൽ ആരാണ്? നമ്മുടെ ബഹദൂർ ഖാൻ ആണ്. ബറേലിയിൽ ബഹദൂർ ഖാൻ. ഡൽഹിയിൽ ആരാന്ന് ചോദിച്ചാൽ ബക്ത് ഖാൻ ആണ്. കാൺപൂരിൽ നാനാ സാഹിബാണ് അല്ലെ, കാൺപൂരിൽ നാനാ സാഹിബാണ്. ഓക്കെ, അവധിൽ ആരാണ്? അവധ് ബീഗം ഹസ്രത്ത് മഹൽ അല്ലെ, അവധിലാണ് ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൗ, അവധ് എന്നിവിടങ്ങളിലാണ് ബീഗം ഹസ്രത്ത് മഹൽ. എവിടേക്കാണ്? ലക്നൗ, അവധ് എന്നീ സ്ഥലങ്ങളിൽ ആരാന്ന് ചോദിച്ചാലാണ് ബീഗം ഹസ്രത്ത് മഹൽ. ഇപ്പൊ കിട്ടിയല്ലോ ബീഗം ഹസ്രത്ത് മഹൽ. എല്ലാവരും കമന്റ് ചെയ്തില്ലേ? ബീഗം ഹസ്രത്ത് മഹൽ എവിടെയാണ്? ലക്നൗ, അവധ് എന്നിവിടങ്ങളിലാണ് ബീഗം ഹസ്രത്ത് മഹൽ. ഓക്കെ, അപ്പൊ ഡൽഹിയിൽ ആരാണ്? കൻവർ സിംഗ് ആണ്. ഡൽഹിയിൽ ബക്ത് ഖാൻ ആണ് കേട്ടോ. ഡൽഹിയിൽ ബക്ത് ഖാൻ. പറയാൻ വിട്ടുപോയ ആളാണ് കൻവർ സിംഗ്. നന്നായി വായിൽ വന്നത്. കൻവർ സിംഗ് എവിടെയാണ്? ബീഹാറിലാണ് കേട്ടോ. ബീഹാറിൽ കൻവർ സിംഗ് ആണ്. ബീഹാറിൽ കൻവർ സിംഗ് ആണ്. ഞാൻ ആരോ പറയാൻ വിട്ടുപോയി എന്ന് ആലോചിച്ചിരുന്നു, അറിയാതെ വായിൽ വന്നു. ബീഹാറിൽ ആരാണ്? കൻവർ സിംഗ്. ബീഹാർ ആറ എന്നിവിടങ്ങളിൽ ഓക്കെ, അവിടെ ആരാന്ന് ചോദിച്ചാലും കൻവർ സിംഗ് ആണ് കേട്ടോ. ബീഹാർ ആറ. ഓക്കെ, ഏത് ചോദ്യം വന്നാലും ബീഹാർ എന്ന് ചോദിച്ചാലും ആറാന്ന് ചോദിച്ചാലും ശ്രദ്ധിക്കണം, കൻവർ സിംഗ് ആണ്. ഈ കൻവർ സിംഗിന് ഒരു പ്രത്യേകത ഉണ്ട്. 1857 വിപ്ലവത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ കൻവർ സിംഗ് ആണ്. 1857 വിപ്ലവത്തിലെ വന്ധ്യവയോധികനാണ് കൻവർ സിംഗ്. ഇനിയും പഠിക്കാണ്ടല്ലോ, 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ്? അത് നമ്മുടെ നാനാ സാഹിബാണ്. ബുദ്ധി കേന്ദ്രം നാനാ സാഹിബ്. അംബാസഡർ ആരാണ്? 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ, അംബാസഡർ എന്നൊക്കെ അറിയപ്പെടുന്നത് അസിമുള്ള ഖാനാണ്. അസിമുള്ള ഖാനാണ് 1857 വിപ്ലവത്തിന്റെ അംബാസഡർ, പ്രവാചകൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്. ഇത് നാനാ സാഹിബ് എന്താണ്? ബുദ്ധി കേന്ദ്രം. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം, പിന്നെ അംബാസഡർ, പ്രവാചകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് അസിമുള്ള ഖാനാണ്. ആരാണ് വന്ധ്യവയോധികൻ? കൻവർ സിംഗ് ആണ് കേട്ടോ. കൻവർ സിംഗ് ആണ് വന്ധ്യവയോധികൻ. ഇനി 1857 വിപ്ലവത്തിലെ മുഗൾ ഭരണാധികാരി ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ബഹദൂർ ഷാ രണ്ടാമനാണ് മുഗൾ ഭരണാധികാരി. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓരോ സ്ഥലത്തും നേതൃത്വം നൽകിയത് ആരാന്നൊക്കെ പഠിച്ചില്ലേ? ബറേലി ബഹദൂർ ഖാൻ. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഝാൻസി അവിടെ തന്നെ ഉണ്ട്. ഝാൻസി റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം ചോദ്യം വരാറുണ്ട്, പഠിച്ചു വെച്ചോ. മണികർണിക. ഇത് കണ്ടോ, മണികർണിക. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമമാണ് മണികർണിക. റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചതൊക്കെ ഉണ്ടല്ലോ. റാണി ലക്ഷ്മിബായിയെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നെഹ്റു ആണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് ആരാണ്? നെഹ്റു ആണ്. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമമാണ് മണികർണിക. അതുപോലെ തന്നെ വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് റാണി ലക്ഷ്മിബായിയെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഹ്യൂഗ്രോസ് ആണ്. ഓക്കെ,
ഹ്യൂഗറോസ് ആണ്. ഇദ്ദേഹത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇയാൾ സുഖിപ്പിച്ചിട്ട് അവരെ പരാജയപ്പെടുത്തി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്നൊക്കെ പറഞ്ഞ് സുഖിപ്പിച്ചിട്ട് ആളെ പോയിട്ടാണ് വെട്ടി പരാജയപ്പെടുത്തി. ഓക്കെ, പരാജയപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഹ്യൂഗറോസ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിൽ നിന്നാണ്. വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ. ഇത്ര കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ ഒന്ന് അടിഞ്ഞു നോക്കുക. പിന്നെ നെഹ്റു വിശേഷിപ്പിച്ചിട്ടുണ്ട് ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി അല്ലെ? ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് വിശേഷിപ്പിച്ചത്, അതായത് 1857 വിപ്ലവത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു ആണ് കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആര്? ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആരാ? ഒരുപാട് തവണ പഠിച്ചതല്ലേ? ബോർ മാതൃക, സൗരയുധ മാതൃക, തണ്ണിമത്തൻ മാതൃക, പ്ലം പുഡിംഗ് മാതൃക, അതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആരാ? വേഗം ഒന്ന് കമന്റ് ചെയ്ത് നോക്കുക. ആരാണ് ആറ്റത്തിന്റെ സൗരയുധ മാതൃക? അപ്പൊ തന്നെ മൈൻഡിൽ കുറെ എണ്ണം വന്നില്ലേ? സൗരയുധ മാതൃക ആരാന്ന് വന്നു, പ്ലം പുഡിംഗ് മാതൃക അല്ലെങ്കിൽ തണ്ണിമത്തൻ മാതൃക, രണ്ടും ഒരാളാണ് അല്ലെ? അത് രണ്ടും ആരാണെന്നും നമുക്ക് മൈൻഡിൽ വന്നു. ഇതൊക്കെ ആരാണ്? പ്ലം പുഡിംഗ് മാതൃക, തണ്ണിമത്തൻ മാതൃക, ഇതൊക്കെ നിർദ്ദേശിച്ചത് ആരാണ്? അത് JJ തോംസൺ ആണ്. അത് JJ തോംസൺ ആണ്. സൗരയുധ മാതൃകയല്ല, ഏതാണ്? പ്ലം പുഡിംഗ് മാതൃകയും തണ്ണിമത്തൻ മാതൃകയും രണ്ടും ഒരാളാണ്, JJ തോംസൺ. ഇനി മറ്റൊരു മാതൃകയാണ് ബോർ മാതൃക. അത് പേരിൽ തന്നെ ആളുണ്ട്, നീൽസ് ബോർ ആണ്. നീൽസ് ബോർ ആണ് ബോർ മാതൃക. നീൽസ് ബോർ ആണ്. ഓക്കെ, നീൽസ് ബോർ ആണ് ബോർ മാതൃക നിർദ്ദേശിച്ചത്. ഇനി പറ, സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആരാണ്? ഇവിടെ നീൽസ് ബോർ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു, കാരണം ബോർ മാതൃകയാണ് നമ്മൾ പഠിച്ചു. പിന്നെ ആരാണ്? JJ തോംസൺ, കട്ട് ചെയ്ത് കളഞ്ഞു, ബിയും പോയി. ഇനി ഇതിൽ ആരാണ്? ഈ ജോൺ ഡാൾട്ടൺ ആരാണ്? ആറ്റം കണ്ടുപിടിച്ച വ്യക്തിയാണ് ജോൺ ഡാൾട്ടൺ. ഇദ്ദേഹം മാതൃക നിർദ്ദേശിച്ചിട്ടില്ലല്ലോ. മാതൃക നിർദ്ദേശിച്ചത് നമുക്ക് പഠിക്കാനുള്ള പ്രധാന മാതൃകകൾ ഏതൊക്കെയാണ്? സൗരയുധ മാതൃക, പ്ലം പുഡിംഗ് മാതൃക, പിന്നെ ബോർ മാതൃക, ഇതൊക്കെയാണല്ലേ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. SCERT-യിലൊക്കെ കൊടുത്തിട്ടുള്ള ഭാഗങ്ങളല്ലേ. അപ്പൊ ഇത് നോക്കുക, ജോൺ ഡാൾട്ടൺ ഇല്ല. ജോൺ ഡാൾട്ടൺ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് നമ്മുടെ ഉത്തരം. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ഉത്തരം. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് എന്ത്? ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത്. അപ്പൊ ആറ്റത്തിന്റെ സൗരയുധ മാതൃക ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അല്ലെങ്കിൽ തണ്ണിമത്തൻ മാതൃക JJ തോംസൺ. ആറ്റത്തിന്റെ ബോർ മാതൃക നീൽസ് ബോർ ആണ്. അപ്പൊ മാതൃകകൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് ഓരോന്ന് കണ്ടുപിടിച്ച ആൾക്കാരെയും കൂടെ പഠിച്ചിട്ട് അടുത്തത് നോക്കാം. ആദ്യം ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ആറ്റം കണ്ടുപിടിച്ച വ്യക്തിയാണ് ദാ ഈ നിൽക്കുന്നത്, ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത്. അപ്പൊ ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ഓക്കെ, ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാലും ആരാണ്? ജോൺ ഡാൾട്ടൺ. ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാലും ജോൺ ഡാൾട്ടൺ ആണ്. ഇനി ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓസ്റ്റ്വാൾട്ട് ആണ് കേട്ടോ. ഓസ്റ്റ്വാൾട്ട് ആണ് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഓസ്റ്റ്വാൾട്ട്. ഇനി ആറ്റം എന്ന പദം ഏത് പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്? ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും. ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും. ഇതിന്റെ അർത്ഥം ചോദ്യം വരാറുണ്ട്. എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത് എന്ന അർത്ഥം വരുന്നതാണ്. വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ആറ്റമോസ് എന്ന പദത്തിന്റെ അർത്ഥം വരുന്നത്. ഈ ആറ്റമോസ് എന്ന ഗ്രീക്ക് പദം പഠിച്ചു വെച്ചോ. ഗ്രീക്ക് പദം, ലാറ്റിൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വന്ന തെറ്റാണ്. ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾട്ട് ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ഇനി ആറ്റത്തിന്റെ 3 മൗലിക കണങ്ങൾ നമുക്ക് പഠിക്കാണ്ട് അല്ലെ? ഏതൊക്കെയാണ്? ഒന്ന് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇങ്ങനെ 3 മൗലിക കണങ്ങൾ പഠിക്കാണ്ട്. ഇതിൽ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? JJ തോംസൺ ആണ്. നമ്മൾ നേരത്തെ പഠിച്ച വ്യക്തിയാണ്. എന്ത് മാതൃക നിർദ്ദേശിച്ചു? തണ്ണിമത്തൻ മാതൃക നിർദ്ദേശിച്ച JJ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ഇനി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ആണ് എന്ത് കണ്ടുപിടിച്ചത്? ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. പ്രോട്ടോൺ കണ്ടുപിടിച്ചതാണ് സൗരയുധ മാതൃക നിർദ്ദേശിച്ച വ്യക്തിയായ ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ആറ്റത്തിന്റെ പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ഇനി പഠിച്ചോ, ഇതിന് പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോണിന്
പോസിറ്റീവ് ചാർജ്. ന്യൂട്രോൺ എന്ന് കണ്ടാൽ തന്നെ ആലോചിക്കുക, നോ നോ ന്യൂ നോ ന്യൂ നോ, ചാർജ് ഇല്ല, ഇതിന് ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഇലക്ട്രോൺ. പഠിച്ചല്ലോ. അപ്പൊ പ്രോട്ടോണിന് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല, നോ 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 ചാർജ്. അപ്പൊ ഇലക്ട്രോൺ എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. ഇതൊക്കെ കണ്ടുപിടിച്ച ആളെയും പഠിച്ചല്ലോ. ഇനി ഈ ആറ്റത്തിന്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത്, അതായത് ഇതാണ് ആറ്റം, ഇതിൻ്റെ ഈ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത്, ആറ്റത്തിന്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ഈ ന്യൂക്ലിയസും കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂക്ലിയസും പ്രോട്ടോണും കണ്ടുപിടിച്ചതും സൗരയുധ മാതൃക നിർദ്ദേശിച്ചതും ഒരാളാണ്. ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അപ്പൊ പഠിച്ചു വെക്കുക, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ആറ്റത്തിന്റെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ കണ്ടുപിടിച്ചതും സൗരയുധ മാതൃക, ബോർ മാതൃക, ഓരോ മാതൃകകൾ നിർദ്ദേശിച്ചതൊക്കെ ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം, അടുത്ത ചോദ്യം നോക്കാം. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? കണ്ടിട്ടുണ്ടല്ലോ, ഒരുപാട് തവണ ചോദ്യം വന്ന് കണ്ടിട്ടില്ലേ? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അല്ലെങ്കിൽ കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ്? ആരാണ് ഉത്തരം? ഇവിടെ നോക്ക്, കുമാരനാശാൻ ആണോ? അല്ല, സർദാർ KM പണിക്കരാണ്. KM പണിക്കർ, സർദാർ KM പണിക്കറാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. ആരാണ്? സർദാർ KM പണിക്കർ. ഇദ്ദേഹം പിന്നെയും വിശേഷിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ വാസ്കോഡഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചതും സർദാർ KM പണിക്കറാണ്. അപ്പൊ പഠിച്ചു വെക്കുക എന്തൊക്കെയാണ്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതു, വാസ്കോഡഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. ഡൗട്ട് വരരുത്, മന്നത്ത് പത്മനാഭനെ ഭാരത കേസരി എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് കേട്ടോ. എന്താണ്? മന്നത്ത് പത്മനാഭനെ ഭാരത കേസരി. അപ്പൊ ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ചോദ്യം വരും, കേരള സിംഹം എന്നറിയപ്പെടുന്ന ആരാണ്? പഴശ്ശിരാജയാണ്. പോയിട്ട് KM പണിക്കർ എഴുതി വെക്കരുത്, വിശേഷിപ്പിച്ചതാണ് KM പണിക്കർ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാന്ന് വെച്ചാൽ പഴശ്ശിരാജയാണ്. ഓക്കെ, അത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പിന്നെ പഴശ്ശി കലാപങ്ങൾ നമുക്കറിയാലോ. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 97 വരെയാണ്. രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെയാണ്. അപ്പൊ ഇതിൽ പഴശ്ശി കലാപങ്ങളുടെ കാലഘട്ടം, ഇതിൽ ഒന്നാം പഴശ്ശി കലാപം എന്നും പഠിച്ചു, രണ്ടാം പഴശ്ശി കലാപം എന്നും പഠിച്ചു. ചോദ്യം വരികയാണ്, പഴശ്ശി കലാപങ്ങളുടെ കാലഘട്ടം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത്? വേഗം പോയി കറുപ്പിക്കും. ഇത് തെറ്റാണ്. പഴശ്ശി കലാപങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1793 മുതൽ 1805 വരെയാണ് അല്ലെ? ഇതല്ലേ പഴശ്ശി കലാപം? ഒന്നും പെടും രണ്ടും പെടും, രണ്ടും പഴശ്ശി കലാപം അല്ലേ? അപ്പൊ പഴശ്ശി കലാപങ്ങളുടെ കാലഘട്ടം 1793 മുതൽ 1805 വരെയാണ്. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. പഴശ്ശി കലാപങ്ങൾ പഠിക്കുക. പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ചോദിക്കാറുണ്ട്, തലക്കൽ ചന്തു ആണ്. തലക്കൽ ചന്തു, ആ ചോദ്യം വന്നിട്ട് ഇതും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്. പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. തലക്കൽ ചന്തു. അപ്പൊ ഡൗട്ട് വരും, കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് എന്ന് ചോദ്യം വന്നാൽ അത് തലക്കൽ ചന്തു അല്ല. ആരാണ്? രാമൻ നമ്പിയാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. രാമൻ നമ്പി. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ്. കുറിച്യ കലാപം 1812 കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ്. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം ഉണ്ടല്ലോ, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക അല്ലെ? കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ നികുതി ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് കുറിച്യ കലാപം ഉണ്ടായത്. അപ്പൊ ചോദ്യം വരും, നികുതി ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാ? തോമസ് വാർഡൻ ആണ്. തോമസ് വാർഡൻ. അപ്പൊ നമുക്ക് പഠിക്കാം. നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ ആലോചിച്ച് പഠിച്ചാൽ മതി. ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഫൈനൊക്കെ കിട്ടും. ഹോസ്റ്റലിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ ഫൈനൊക്കെ കിട്ടും. ഈ കുട്ടികൾക്കൊക്കെ ഹോസ്റ്റലിൽ അങ്ങനെയാണ്. ഇപ്പൊ വലിയ വലിയ ഹോസ്റ്റലുകളിലൊന്നും നോക്കണ്ട. ഈ കുട്ടികളൊക്കെ നമ്മളിപ്പോൾ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. ഫോൺ അഥവാ പിടിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഫൈന് കിട്ടും. അപ്പൊ ഫൈന് അതെന്താണ്? നികുതി, ടാക്സ്, അത് വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഫൈന് വാർഡനെ വെച്ച് കണക്ട് ചെയ്യുക. വാർഡനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഹോസ്റ്റലിലാണ് വാർഡൻ ഉണ്ടാവുക, അതിന് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഇനിയും നമുക്ക് പഠിക്കാണ്ട് പഴശ്ശി കലാപങ്ങളുടെ ഒരാളെ പഠിക്കാണ്ട്. പഴശ്ശി കലാപ സമയത്ത്, രണ്ടാം പഴശ്ശി കലാപ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപനും അതുപോലെ തന്നെ തലശ്ശേരി സബ് കളക്ടറും. തലശ്ശേരി സബ് കളക്ടറാണ് TH ബാബർ. എന്തിനാ ഞാൻ തല എന്ന് മാത്രം എഴുതി വെച്ച്?
തലയിലാണ് മുടി ഉണ്ടാവുക. മുടി വെട്ടാൻ ആര് വേണം? ബാർബർ വേണം. ഇത് കണ്ടോ, ബാർബർ, TH ബാബർ. അപ്പൊ തലശ്ശേരി തലയിൽ മുടി വെട്ടാൻ ആര് വേണം? ബാർബർ വേണം. കണക്ട് ചെയ്തൂലേ? എന്താണ് തലശ്ശേരി സബ് കളക്ടർ ആണ് ചോദിക്കുക. അതാണ് മുടി വെട്ടാൻ ബാർബർ വേണം എന്നാലിക്ക, TH ബാബർ ആണ്. ഇനി രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആരെന്ന് ചോദിക്കും? ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ, ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപനാണ് ആർത്തർ വെല്ലസ്ലി. ആർത്തർ വെല്ലസ്ലി. ഓക്കെ, ആർത്തർ വെല്ലസ്ലി ആണ്. ആർത്തർ വെല്ലസ്ലി ആണ് ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ. ഇയാളെ പിന്നെയും പഠിക്കാണ്ടല്ലോ. ആർത്തർ വെല്ലസ്ലി നമ്മുടെ വാട്ടർലൂ യുദ്ധം കേട്ടിട്ടുണ്ടോ? 1815 വാട്ടർലൂ യുദ്ധം. നമ്മുടെ പ്രശസ്തനായ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് വാട്ടർലൂ യുദ്ധം. ഈ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആർത്തർ വെല്ലസ്ലി ആണ്. പഴശ്ശിരാജയെ കീഴ്പ്പെടുത്തിയതും കാരണം ആ സമയത്തും ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആരാണ്? ആർത്തർ വെല്ലസ്ലി ആണ്. കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആരാന്ന് വെച്ചാലും 1815 വാട്ടർലൂ യുദ്ധത്തിൽ ആർത്തർ വെല്ലസ്ലി ആണ്. ഇദ്ദേഹമാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആർത്തർ വെല്ലസ്ലി ആണ്. ഓക്കെ, അപ്പൊ പഴശ്ശിരാജയ്ക്ക് ഏകദേശം കിട്ടിയല്ലോ. പഴശ്ശിരാജ സിനിമ, പഴശ്ശിരാജയായിട്ട് അഭിനയിച്ചത് ആരാണ്? പഴശ്ശിരാജയായിട്ട് അഭിനയിച്ച ആരാന്ന് വെച്ചാൽ നമുക്ക് ഒക്കെ അറിയാം. അതൊന്നും ആർക്കും ഡൗട്ട് ഇല്ല. മമ്മൂട്ടിയാണ് അല്ലെ? മമ്മൂട്ടിയാണ്. പഴശ്ശിരാജ സിനിമ സംവിധാനം ചെയ്തത് ആരാന്ന് വെച്ചാൽ അത് പഠിച്ചു വെച്ചത് ഹരിഹരനാണ്. എന്തായാലും ഒന്ന് പഠിച്ചു പോകില്ല, അപ്പൊ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. ഹരിഹരനാണ് സംവിധാനം ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? അപ്പൊ ഇത്ര ചോദ്യങ്ങളല്ലേ ഉള്ളത്? അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ ഇനിയും നമുക്ക് ക്ലാസ്സുകൾ ഇടാം. 10th പ്രിലിംസ് എക്സാമുകൾക്ക് ഇനിയും ഇതുപോലെ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളുണ്ട്. നിങ്ങളുടെ നല്ല നല്ല കമന്റുകൾ വരികയാണെങ്കിൽ, നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്ലാസ്സുകൾ ഇടും. അപ്പൊ എന്തായാലും ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. നല്ലതാണെങ്കിലും മോശമാണെങ്കിലൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ് ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് അത്രയും പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോട്ടെ, ഞാൻ തീർച്ചയായിട്ടും ചെയ്തു തരും. ഇതുപോലത്തെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഞാൻ സെലക്ട് ചെയ്ത് തരാം. അതിന്റെ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ പഠിച്ചിരിക്കണോ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും, അതൊക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തുനിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും അവിടെ ഉണ്ട്. പിന്നെ LGS ഹോട്ട് ടോപ്പിക്സിന്റെ ഒരു കോഴ്സും ഉണ്ട്. അതിൽ ഏകദേശം 25 ക്ലാസ്സുകളിലായിട്ട് 90-ലധികം ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. എന്നിട്ട് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കുന്ന സാധനങ്ങൾ മാത്രമേ കൊടുത്തുള്ളൂ. പ്രത്യേകിച്ച് LGS ഹോട്ട് ടോപ്പിക്സ് ഒക്കെ പഠിച്ചിട്ട് പോയാൽ PSCയുടെ ഫുൾ ഒരു ട്രാക്ക് നിങ്ങൾക്ക് കിട്ടും. കാരണം ഏത് രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യണമെന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ആണ് അതിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പഠിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100 ചോദ്യങ്ങൾ, ഏകദേശം 1000 ചോദ്യങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ അതും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചാൽ അതിന്റെ ഡീറ്റെയിൽസും ഷെയർ ചെയ്ത് തരും. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്